നമസ്കാരം. അബുദാബിയിലെ സ്വൈഹാൽ സ്ട്രീറ്റിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിൽ നിന്ന് തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും UAE വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തിരുന്നു. എന്നാൽ തകർക്കപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചാണ് അപകടത്തിന് കാരണമായതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. അപകടത്തിൽ 2 വ്യക്തികൾ മരിച്ചു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്കേറ്റ 3 പേരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും സൈന്യം ആകാശത്ത് വെച്ചു തന്നെ തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സംഭവ സ്ഥലത്ത് അടിയന്തര സേവന വിഭാഗങ്ങൾ ഉടൻ തന്നെ എത്തിച്ചേരുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. നിലവിൽ സുരക്ഷാ ഏജൻസികൾ പ്രദേശം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നും സർക്കാർ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് എമർജൻസി വിഭാഗം ഉടനെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും റംസാൻ നാളുകളിൽ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികൾക്കെതിരെ UAE വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത്. ഇതിനിടെ ഇറാന്റെ ആയുധ വ്യവസായത്തെ 48 മണിക്കൂറിൽ തകർക്കുവാൻ ഇസ്രയേൽ കമാൻഡർമാരോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ഈ മാസം 24 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സമാധാന ചർച്ചകൾക്കുള്ള പദ്ധതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ടെൽ അവീവ് ബങ്കറിൽ നിന്ന് കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ട്. കഴിയുന്നത്ര ഉയർന്ന ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനാണ് ഇസ്രയേൽ പ്രതിരോധ സേനയോട് നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരത്തിനും ആണവ പരിപാടിക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ടെഹ്റാന്റെ സൈനിക ശേഷി തടയുവാൻ US പദ്ധതി പര്യാപ്തമല്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഉന്നത സൈനിക ഉപദേഷ്ടാക്കളും വിലയിരുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. എപ്പോൾ വേണമെങ്കിലും ട്രംപ് ഇറാനുമായി സമാധാന കരാറിലെത്തുമെന്ന ആശങ്ക ഇസ്രയേൽ സർക്കാരിനുണ്ടെന്നും അതാണ് അതിവേഗം നടപടികൾ സ്വീകരിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇല്ലാതാക്കുക, ടെഹ്റാൻ ഒരു ആണവായുധം വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക, ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള സിവിലിയന്മാർക്ക് ഇറാനിൽ അന്തരീക്ഷം ഒരുക്കുക എന്നീ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് യുദ്ധത്തിലൂടെ ഇസ്രയേൽ വിഭാവനം ചെയ്യുന്നത്. 3 ലക്ഷ്യങ്ങളും നേടിയില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് നെതന്യാഹുവിന്റെ പാർട്ടി അംഗമായ ബോസ് ബിസ്മത്ത് പറഞ്ഞു. മുതിർന്ന നേതൃത്വത്തിനെതിരായ ആക്രമണം നടത്തിയിട്ടും സർക്കാരിനെ അട്ടിമറിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം ഭരണമാറ്റ ലക്ഷ്യത്തിൽ മൗനം പാലിക്കുന്നതിൽ ഇസ്രയേലിന് എതിർപ്പുണ്ട്. ടെഹ്റാൻ നയതന്ത്ര നടപടികൾ തള്ളിക്കളയുന്നത് തുടരുകയാണെങ്കിൽ ട്രംപ് സമ്പൂർണ്ണ അധിനിവേശത്തിന് ശ്രമിച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്.